എവരിവൺ, ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് MySQLിലെ വൈൽഡ് കാർഡ് ക്യാരക്ടേഴ്സ്. MySQLിൽ നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് ക്യാരക്ടേഴ്സ് ആണ് പേഴ്സൻറ്റ് സൈൻ അതുപോലെ തന്നെ അണ്ടർസ്കോർ. വൈൽഡ് കാർഡ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ടേബിളിൽ നിന്നും നമുക്ക് എ എന്നുള്ള ഒരാളുണ്ട്, അയാളെ സെർച്ച് ചെയ്യണം. നമുക്ക് അവരുടെ പേരറിയില്ല. സോ നമ്മൾ എന്ത് ചെയ്യും? Select star from employee where first name equal to A എന്നുള്ള ആളെയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. സോ നമ്മൾ എങ്ങനെയാണ് സാധാരണ ചെയ്യുക? എക്സിക്യൂട്ട്. പക്ഷെ നമുക്കിവിടെ ആളെ കിട്ടിയില്ല, കാരണം MySQLിൽ ടെക്നിക്കലി വർക്ക് ചെയ്യില്ല ഇത്. സോ അതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വൈൽഡ് കാർഡ്. അതായത് നമുക്ക് ഫസ്റ്റ് ലെറ്റർ എ ആണെങ്കിൽ വേർ ഫസ്റ്റ് നെയിം ഈക്വൽ ടു പെർസെന്റ് സൈൻ യൂസ് ചെയ്യണം നമ്മൾ എക്ക് ശേഷം. അതായത് പെർസെന്റിന്റെ മുമ്പ് ഫസ്റ്റ് ലെറ്റർ എ പെർസെന്റിന്റെ മുമ്പ് കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റ് നെയിം ലൈക്ക് എന്ന് കൊടുക്കണം. ഫസ്റ്റ് നെയിം ലൈക്ക് എ പെർസെന്റ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് നെയിം എ വെച്ചുള്ള റോസ് കിട്ടി. ഇതാണ് നമ്മൾ വൈൽഡ് കാർഡ് പെർസെന്റ് സൈൻ യൂസ് ചെയ്യുന്നത് വൈൽഡ് കാർഡിൽ. അതുപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് ആറിൽ അവസാനിക്കുന്ന ആളെയാണ് ഫസ്റ്റ് നെയിം ആർ അല്ലെങ്കിൽ എന്നിൽ അവസാനിക്കുന്ന ആളെ കിട്ടേണ്ടതെങ്കിൽ പെർസെന്റിന് ശേഷമാണ് എൻ എന്ന് കൊടുക്കേണ്ടത്. ഓക്കെ, എക്സിക്യൂട്ട്. ഫസ്റ്റ് നെയിം എന്നിൽ അവസാനിക്കുന്ന ആളെ നമുക്ക് കിട്ടി. ഇതുപോലെ തന്നെ നമുക്ക് എന്നിന്റെ മുമ്പത്തെ ലെറ്റർ യുവിൽ അവസാനിക്കുന്ന ആളായിരുന്നു കിട്ടേണ്ടതെങ്കിൽ അവിടെ യു എന്ന് കൊടുക്കാം. അതിനുശേഷമുള്ള ലെറ്റർ നമുക്കറിയില്ലെങ്കിൽ അവിടെ അണ്ടർസ്കോർ കൊടുക്കാം. അതായത് സെക്കൻഡ് ലാസ്റ്റ് ലെറ്റർ മാത്രമേ നമുക്ക് അറിയുള്ളൂ എങ്കിൽ സെക്കൻഡ് ലാസ്റ്റ് ലെറ്റർ കഴിഞ്ഞിട്ട് അണ്ടർസ്കോർ കൊടുത്താൽ മതി. എക്സിക്യൂട്ട്. അപ്പോൾ സെക്കൻഡ് ലാസ്റ്റ് യുവിൽ അവസാനിക്കുന്ന റോസ് നമുക്ക് കിട്ടി. ഇതാണ് വൈൽഡ് കാർഡ്സ്. ഇതുപോലെ നമുക്ക് സാലറിയും എല്ലാത്തിലും ഇത് അപ്ലൈ ചെയ്യാം. സാലറി സെക്കൻഡ് നമ്പർ മാത്രമേ നമുക്ക് അറിയുള്ളൂ എങ്കിൽ ഫസ്റ്റ് അണ്ടർസ്കോർ കൊടുക്കാം. സെക്കൻഡ് നമുക്ക് 8 ആണെന്ന് അറിയാം, അപ്പോൾ നമ്മൾ 8 എന്ന് കൊടുക്കാം. ഓക്കെ, എക്സിക്യൂട്ട്. സെക്കൻഡ് ലെറ്റർ 8 വരുന്ന സാലറി നമുക്ക് കിട്ടി. ഇതാണ് വൈൽഡ് കാർഡ്സ്. ക്യാരക്ടർ വെച്ച് സെർച്ച് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വൈൽഡ് കാർഡ്. പെർസെന്റ് സൈനും അതുപോലെ തന്നെ അണ്ടർസ്കോറുമാണ് വൈൽഡ് കാർഡ്സിലെ ക്യാരക്ടേഴ്സായി നമ്മൾ യൂസ് ചെയ്യുന്നത്. ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റാസ് യൂസ് ചെയ്യുമ്പോൾ നമുക്കിത് വളരെയധികം യൂസ്ഫുൾ ആവുന്നതാണ്. കോളംസ് വെച്ച് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്നതാണ് വൈൽഡ് കാർഡ്സ്. നമുക്ക് ഏത് ക്യാരക്ടറാണോ അറിയുക, ക്യാരക്ടർ വെച്ച് നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. ഓക്കെ, നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഈ വീഡിയോയിൽ വീണ്ടും പറഞ്ഞു. വീഡിയോ ലാഗ് ആക്കിയിട്ടില്ല. സോ മുൻപ് പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയാൽ അതിൻ്റെ വീഡിയോസ് കിട്ടുന്നതായിരിക്കും, അത് കണ്ട് മനസ്സിലാക്കാം. ഓക്കെ, താങ്ക് യു.